ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു സോപ്പ് ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കാം. അത് നമുക്ക് വേണ്ടുന്ന സാധനമൊക്കെ നോക്കാം. അത് 100 ഗ്രാമിൻ്റെ സോപ്പാണ്. അടിപൊളി സോപ്പാണ്. ഞാൻ 2-3 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. കുറച്ച് കറ്റാർവാഴ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് നീര് നമുക്ക് ഇതിൻ്റെ വേണ്ടിയത്. അപ്പോൾ ഞാൻ 10 വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. സോപ്പിൻ്റെ പെർഫ്യൂം എടുത്തിട്ടുണ്ട്. സോപ്പിൽ ചേർത്തുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സോപ്പ് പീസ്, ഇത് 1 കിലോ സോപ്പ് പീസാണ്. ഞാൻ 1 കിലോ മൊത്തം ഉണ്ടാക്കുന്നുണ്ട്. ഈ 1 കിലോ സോപ്പ് പീസ് നമുക്ക് ഇന്നലെ ആമസോണിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 1 കിലോ സോപ്പ് പീസോളുണ്ട്. ഞാൻ ഈ പച്ച കളർ നോക്കി വാങ്ങിച്ചതാണ്. വെള്ളയാണ് മേടിക്കാറ്. നമുക്ക് ഏത് കളറും വേണമെങ്കിൽ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കിട്ടും. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് ഈ കളർ ആവശ്യപ്പെട്ടിട്ട്. നമുക്കിതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണിത്. അപ്പോൾ നമുക്കത് ഈ രൂപത്തിലെല്ലാം നമുക്ക് കഷ്ണിച്ചെടുക്കാം. ഈ രൂപത്തിൽ കഷ്ണിക്കാം. ഇപ്പോൾ ഞാൻ കഷ്ണിച്ചതൊരു സ്റ്റീലിൻ്റെ വട്ടകയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇപ്പോൾ 1 കിലോ തോളണത്. അപ്പോൾ അതെല്ലാം ഒരുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് വരണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഈ സോപ്പ് പീസ് വെച്ച് നമുക്ക് ഉരുക്കിയെടുക്കണം, മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അതിങ്ങനെ മെൽറ്റാവട്ടെ. ലോ ഫ്ലെയിമിലിട്ട് എടുക്കുന്നത് നമുക്ക് ഈ കറ്റാർവാഴ ജെല്ലൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് കറ്റാർവാഴ ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ജെല്ലെടുക്കണം. ജെല്ലാണെങ്കിൽ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ വെറുതെ മുക്കി വെച്ചാൽ പോരാ. ഈ ജെല്ല് നന്നായിട്ട് കഴുകിന് ഒരു മഞ്ഞ കളറുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ജെല്ലിലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകണം. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ സോപ്പിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ആ ചൊറിച്ചിൽ ഇല്ലാതിരിക്കാൻ ഇത് നന്നായിട്ട് കഴുകിയെടുക്കേണ്ടത്. ഞാനൊരു 5 പ്രാവശ്യം കഴുകിയെടുത്തത്. ഇതുപോലെ ഇട്ടതിന് ശേഷം 5 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പൊക്കെ പോണി നന്നായിട്ട് കഴുകി ഇതിൻ്റെ കറ പോകണം. അപ്പോൾ എനിക്ക് 3 ടേബിൾ സ്പൂൺ മേലെ ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മിക്സി ജാറിൽ അടിച്ച ഈ ജ്യൂസ് നമുക്ക് ഈ സോപ്പ് പീസിൽ ചേർത്ത് കൊടുക്കാം. എല്ലാ സോപ്പ് പീസും നമുക്ക് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സോപ്പിൻ്റെ പാതിന പൊന്തി നിൽക്കണമെന്നത് നമുക്ക് ഇനി ഇതിൽ കുറച്ച് സാധനം കൂടെ ചേർത്താനുണ്ട്. നമുക്ക് ആ സാധനം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ 8 വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു സൂചി വെച്ച് ഹോൾ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് 8 അതുപോലെ ചേർത്തണം. 1 കിലോ സോപ്പ് കൊണ്ടാണ് ഞാൻ 8 ചേർക്കുന്നത്. 1/2 കിലോ ചേർത്തും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ 4 ചേർത്താറ്. ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സോപ്പ് ക്യാപ്സൂൾ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു മേനിയായിട്ടുള്ള സോപ്പാണ് നമുക്ക് കിട്ടുന്നത്. മുഖവും കഴുകാം, മേലും കഴുകാം. മേല് കഴുകി വേറെ പോലെ പൊള്ളിച്ച് ഒന്നും ഉണ്ടാവാറില്ല. ഇനി ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി പെർഫ്യൂം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ സോപ്പ് പീസൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റി ചെയ്യാം. ഞാൻ ഇതിലേക്ക് എല്ലാം റെഡിയാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരേ മോൾഡിൽ ഓരോ സോപ്പിൻ്റെ കട്ടയുടെ വെയിറ്റ് 100 ഗ്രാമാണ്. ഇത് 100 ഗ്രാം സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് അങ്ങനെ സോപ്പ് അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്ക് സോപ്പ് എടുത്ത് കാണിച്ചു തരാം. എനിക്കിത് 9 സോപ്പാണ് എനിക്ക് കിട്ടിയത്. ഇതൊരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് തന്നെയല്ല, ഞാൻ കടയിലത്തെ സോപ്പ് തേച്ചാൽ എനിക്ക് മേല് ഇങ്ങനെ ചുട്ടാതിപ്പ് വരും. അപ്പോൾ നമ്മുടെ 9 സോപ്പും ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സോപ്പാണ് ഉപയോഗിക്കാറ് വീട്ടിൽ. ഈ സോപ്പ് മുഖത്ത് തേക്കാനും മേല് തേക്കാനും തല കഴുകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്.